സ്തുതിക്കാം സ്തുതിക്കാം എന്നന്തരംഗമേ അനുദിനം നന്ദിയോടെ പാടിക്കുതേക്കാം. എന്നന്തരംഗമേ അനുദിനം നന്ദിയോടെ പാടിക്കുതേക്കാം. പല ശോധനകൾ വരുമ്പോൾ ഭാരങ്ങൾ പെരുകിടുമ്പോൾ പല ശോധനകൾ വരുമ്പോൾ ഭാരങ്ങൾ പെരുകിടുമ്പോൾ നിന്നെ കാത്തു സൂക്ഷിച്ചൊരു കാന്തനല്ലോ നിന്നെ ഭാരമെല്ലാം ചുമന്നു. നിന്നെ കാത്തു സൂക്ഷിച്ചൊരു കാന്തനല്ലോ നിന്നെ ഭാരമെല്ലാം ചുമന്നു. എന്നുള്ളവേ സ്തുതിക്കവീ പരരേകൻ നന്മകൾക്ക് സ്തുതിക്കാം സ്തുതിക്കാം എന്നന്തരംഗമേ അനുദിനവും നന്ദിയോടെ പാടിക്കുതേക്കാം. എന്നന്തരംഗമേ അനുദിനവും നന്ദിയോടെ പാടിക്കുതേക്കാം. ആത്മാവിനായി നിറച്ചു ആനന്ദമുള്ളിൽ പകർന്നു. ആത്മാവിനായി നിറച്ചു ആനന്ദമുള്ളിൽ പകർന്നു. പ്രത്യാശ വർദ്ധിപ്പിച്ചു പാലിച്ചിടും തവ സ്നേഹമതിശയമേ. പ്രത്യാശ വർദ്ധിപ്പിച്ചു പാലിച്ചിടും തവ സ്നേഹമതിശയമേ. എന്നുള്ളവേ സ്തുതിക്കവീ പരമേകൻ നന്മകൾക്ക് സ്തുതിക്കാം സ്തുതിക്കാം എന്നന്തരംഗമേ അനുദിനവും നന്ദിയോടെ പാടിക്കുതേക്കാം. എന്നന്തരംഗമേ അനുദിനവും നന്ദിയോടെ പാടിക്കുതേക്കാം. സുരലോക സുഖം വെടിഞ്ഞു നിന്നെ തേടി വന്ന ഇടയൻ. സുരലോക സുഖം വെടിഞ്ഞു നിന്നെ തേടി വന്ന ഇടയൻ. തന്നെ ദേഹമെന്ന തിരശീല ചിന്തിക്കവ മോക്ഷമാർഗം തുറന്നു. തന്നെ ദേഹമെന്ന തിരശീല ചിന്തിക്കവ മോക്ഷമാർഗം തുറന്നു. എന്നുള്ളവേ സ്തുതിക്കവീ പരമേകൻ നന്മകൾക്ക് സ്തുതിക്കാം സ്തുതിക്കാം എന്നന്തരംഗമേ അനുദിനവും നന്ദിയോടെ പാടിക്കുതേക്കാം. എന്നന്തരംഗമേ അനുദിനവും നന്ദിയോടെ പാടിക്കുതേക്കാം. പാപരോഗത്താണി വരഞ്ഞു തെയ്യുമാശയിലടഞ്ഞു. പാപരോഗത്താണി വരഞ്ഞു തെയ്യുമാശയിലടഞ്ഞു. പരക്കേടിടുമ്പോൾ തിരുമേനി അത് നിന്റെ പാപമെല്ലാം ചുമന്നു. പരക്കേടിടുമ്പോൾ തിരുമേനി അത് നിന്റെ പാപമെല്ലാം ചുമന്നു. എന്നുള്ളവേ സ്തുതിക്കവീ പരമേകൻ നന്മകൾക്ക് സ്തുതിക്കാം സ്തുതിക്കാം എന്നന്തരംഗമേ അനുദിനവും നന്ദിയോടെ പാടിക്കുതേക്കാം. എന്നന്തരംഗമേ അനുദിനവും നന്ദിയോടെ പാടിക്കുതേക്കാം. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം. നമ്മുടെ സ്നേഹിതനായ ലാസർ നിദ്ര കൊള്ളുന്നു, എങ്കിലും ഞാൻ അവനെ ഉണർത്തുവാൻ പോകുന്നു എന്ന് അവരോട് പറഞ്ഞു. ജീവവചനത്തിന്റെ ധ്യാന ചിന്തയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഈർഷ്യയും അമർഷവും ദൈവത്തോടോ എന്നൊരു വിഷയമാണ് ഈ രാവിലെ സമയം നാം ചിന്തിക്കുന്നത്. കൂടപ്പുറപ്പുകളെ, ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഈർഷ്യയോ പരിഭവമോ ഒക്കെ പ്രകടിപ്പിക്കാത്തവരായിട്ട് ആരും ഉണ്ടാകത്തില്ല. ആത്മീയരുടെയും ലൗകികരുടെയും ജീവിതത്തിൽ പലപ്പോഴും ഈർഷ്യ പ്രകടിപ്പിക്കാറുണ്ട്. പലപ്പോഴും മനുഷ്യർ ഈർഷ്യ പ്രകടിപ്പിക്കുന്നത് മറ്റുള്ള മനുഷ്യരോടാണ്. എന്നാൽ മനുഷ്യൻ ദൈവത്തോട് തന്നെ
ഈർഷ പ്രകടിപ്പിച്ചാലോ? ദൈവത്തിന്റെ പ്രതികരണം ഈർഷ പ്രകടിപ്പിക്കുന്നവരോട് എങ്ങനെയുള്ളതായിരിക്കുമെന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഇവിടെ കർത്താവ് ഏറ്റവും സ്നേഹിച്ചിരുന്നതായ ഒരു ഭവനത്തിലെ സഹോദരങ്ങളായിരുന്നു മാർത്തയും മറിയയും അവരുടെ ഏക സഹോദരനായ ലാസറും എന്ന് തിരുവചനത്തിൽ വായിക്കുന്നു. അവർ തിരിച്ചും കർത്താവിനെയും അങ്ങനെ തന്നെ സ്നേഹിച്ചിരുന്നു. പ്രിയരെ, സ്നേഹിക്കുന്നവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് പോലെ പ്രതികരണങ്ങൾ ഉണ്ടാകാതിരിക്കുമ്പോൾ, പ്രതീക്ഷയ്ക്ക് വിപരീതമായി ചിലതൊക്കെ സംഭവിക്കുമ്പോൾ അറിഞ്ഞോ അറിയാതെയോ ഒക്കെ ഈർഷ പ്രകടിപ്പിക്കാറുണ്ട്. ലാസർ ദീനമായി കിടക്കുന്നു എന്ന് കർത്താവിനെ ആ സഹോദരിമാർ ആളയച്ച് അറിയിച്ചിരുന്നു. എന്നാൽ കർത്താവ് ഉടനെ തന്നെ ലാസറിനെ ചെന്ന് കാണുവാനോ ലാസറിന് സൗഖ്യം കൽപ്പിക്കുവാനോ താല്പര്യപ്പെട്ടിരുന്നില്ല. ദീനവിവരം, ലാസർ രോഗമായി കിടക്കുന്നു എന്ന വിവരം കർത്താവ് അറിഞ്ഞതിനും 3 ദിവസങ്ങൾ കഴിഞ്ഞ് ലാസർ മരണമടഞ്ഞു. എന്നാൽ ഈ വിവരം കർത്താവിനെ മാർത്തയോ മറിയോ അറിയിച്ചിരുന്നില്ല. ആരും അത് കർത്താവിനെ അറിയിച്ചിരുന്നില്ലെങ്കിലും മരിച്ചപ്പോൾ തന്നെ കർത്താവ് ആത്മാവിൽ അറിയുകയും തൻ്റെ ശിഷ്യന്മാരോടത് പറയുകയും ചെയ്യുന്ന കാര്യമാണ് ഈ കുറിവാക്യത്തിന് ആധാരം. മരിച്ചുപോയ ഒരുവനെ കുറിച്ച് പറയുമ്പോഴും കർത്താവ് ലാസറിനെ സംബോധന ചെയ്യുന്നത് ശ്രദ്ധിക്കുക. നമ്മുടെ സ്നേഹിതനായ ലാസർ, നമ്മുടെ സ്നേഹിതനായിരുന്ന ലാസർ എന്നല്ല പറഞ്ഞത്. ലാസറിന്റെ ശരീരവും ആത്മാവും തമ്മിൽ വേർപിരിഞ്ഞുവെങ്കിലും ലാസറിന്റെ വ്യക്തിത്വം നിലനിൽക്കുന്നുവെന്നും അതുകൊണ്ട് ഞാനുമായുള്ള ബന്ധം ഇപ്പോഴും നിലവിലുണ്ട് എന്നും കർത്താവ് അവിടെ വെളിപ്പെടുത്തുകയാണ് ആ സ്റ്റേറ്റ്മെന്റിൽ കൂടി, ആ സംസാരത്തിൽ കൂടെ. ലാസർ മരിച്ചുപോയെങ്കിലും കർത്താവ് പറയുന്നത് ലാസർ നിദ്ര കൊള്ളുന്നുവെന്നാണ്. നിദ്ര പ്രാപിച്ചിരിക്കുന്നു എന്ന പ്രയോഗം പുസ്തകത്തിൽ പലയിടത്തും മരിച്ചു എന്ന അർത്ഥത്തിലാണ് കാണപ്പെടുന്നത്. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് മരണം ഒരു ഉറക്കം പോലെയാണ്. അധികം താമസിയാതെ അവർ ഉണർത്തപ്പെടും. നിദ്ര ഇവിടെ ശാരീരിക വിശ്രമത്തെ കാണിക്കുകയാണ്. ആത്മാവിൻ്റെ ഉറക്കത്തെ അല്ല നിദ്ര കാണിക്കുന്നത്. കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞിരിക്കുന്നത്, ഞാൻ അവനെ ഉണർത്തുവാൻ പോകുന്നു എന്നൊരു കാര്യമാണ് കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞത്. എന്നാൽ ശിഷ്യന്മാർ ധരിച്ചത് ലാസർ സാധാരണ രീതിയിൽ ഉറങ്ങുന്നു എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ അവൻ സൗഖ്യം പ്രാപിക്കും എന്നതാണ് കർത്താവ് പറഞ്ഞതിനെക്കുറിച്ച് അവർ ധരിച്ചു വച്ചിരുന്നത്. പ്രിയരെ, വിശുദ്ധന്മാരുടെ മരണത്തിനുള്ള സ്വർഗീയ ഭാഷയിലെ പേരാണ് നിദ്ര എന്നത്. കർത്താവ് പറഞ്ഞതൊന്ന് ശ്രദ്ധിക്കുക. ഞാൻ അവനെ ഉയർപ്പിക്കുവാൻ പോകുന്നു എന്നല്ല, ഞാൻ അവനെ ഉണർത്തുവാൻ പോകുന്നു. മരണമടഞ്ഞിരിക്കുന്ന വിശുദ്ധന്മാർ ഉണർത്തപ്പെടാൻ അധികകാലം ഇനിയില്ല എന്ന ഒരു സന്ദേശം കൂടി ഇതിൽ നിന്ന് നമുക്ക് ദൈവാത്മാവ് നൽകി തരുന്നുണ്ട്. ലാസർ ദീനമായി കിടന്നിരുന്ന ദിവസങ്ങളിൽ തന്നെ സഹോദരിമാർ അവർ അവനെ സ്നേഹിക്കുന്ന യേശുവിനെ, നിനക്ക് പ്രിയനായവൻ ദീനമായി കിടക്കുകയാണ് എന്ന് അറിയിച്ചിരുന്നു. എങ്കിലും അപ്രതീക്ഷിതമായി അവൻ മരിച്ചു കഴിഞ്ഞപ്പോൾ ആ വിവരം യേശുവിനെ അറിയിക്കുവാൻ അവർ തുനിഞ്ഞിരുന്നില്ല. അതവർ മറന്നുപോയതാകാനിടയില്ല. കാരണം യേശുവിന് വിവരം അറിയിച്ചിരുന്നത് കൊണ്ട് അവൻ വന്ന് ലാസറിനെ സൗഖ്യമാക്കി എഴുന്നേൽപ്പിക്കുമെന്ന് അവർക്ക് ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു. ആ പ്രതീക്ഷയിലാണ് അവർ കഴിഞ്ഞിരുന്നത്. തന്നെയുമല്ല, കർത്താവ് അവരോട് ചെന്ന് പറയാൻ പറഞ്ഞിരുന്ന ദൂത് നിശ്ചയമായും അവർ അറിയുകയും ആ ദൂതിൽ വിശ്വസിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ 3 ദിവസങ്ങൾക്ക് ശേഷം ലാസർ മരിച്ചുപോയി. നിശ്ചയമായും യേശുവിനെ പ്രതീക്ഷിച്ചിരുന്നവർ യേശു വരാൻ വൈകുന്നതിന് കാരണം ഒന്നും അറിഞ്ഞിരുന്നില്ലെങ്കിലും അവർക്കറിയില്ലെങ്കിലും മരണവിവരം കർത്താവിനെ അറിയിക്കുവാൻ അവർ ബാധ്യസ്ഥരായിരുന്നു. എന്നാൽ അവരത് ചെയ്തില്ല. ഇതിനൊരു ഉദാഹരണം പുതിയ നിയമത്തിൽ നമുക്ക് കാണാൻ കഴിയും. തൻ്റെ മകൻ മരിപ്പാറായി കിടക്കുന്നു. യേശുവിനെ വിളിച്ചുകൊണ്ട് വന്നാൽ യേശു തൻ്റെ മകനെ സൗഖ്യമാക്കും എന്നറിയാമായിരുന്ന ഒരു പിതാവ്, സൗഖ്യദായകനും ജീവന്റെ ഉടയവനുമായ യേശുക്രിസ്തുവിനെ തൻ്റെ ഭവനത്തിലേക്ക് വിളിച്ചുകൊണ്ട് പോകുമ്പോൾ അവർ വീട്ടിൽ ചെല്ലുന്നതിന് മുൻപ് തന്നെ ആ ദീനമായി കിടന്ന മകൻ മരിച്ച വിവരം ബാല്യക്കാരൻ വന്ന് ആ പിതാവിനോട് പറയുമ്പോൾ
നിന്റെ മകൻ മരിച്ചുപോയി, ഇനി ഗുരുവിനെ അസഹ്യപ്പെടുത്തേണ്ട എന്നറിയിക്കുന്നൊരു സംഭവമുണ്ട്. എന്നാൽ ഇവിടെ താൻ ഏറ്റവും സ്നേഹിച്ചിരുന്ന മാർത്തയും മറിയയും ലാസർ മരിച്ച വിവരം യേശുവിനെ അറിയിച്ചിരുന്നില്ല. ലാസർ ദീനമായി കിടന്നപ്പോൾ വിവരം അറിയിച്ചതിന് പ്രകാരം യേശു വരാത്തതിനാൽ, സൗഖ്യമാക്കാതിരുന്നതിനാലുള്ള അമർഷം കൊണ്ട്, മാനസിക തകർച്ച മൂലം മരണവിവരം അവർ അറിയിക്കാൻ താല്പര്യപ്പെട്ടില്ല എന്ന് കരുതുന്നതിൽ ന്യായമില്ലേ? എന്നാൽ യേശു ആ മരണവീട്ടിൽ വന്നത് ഏറെ വൈകിയാണെങ്കിലും ലാസറിനെ അടക്കി കഴിഞ്ഞിരുന്നെങ്കിലും മാർത്തയുടെയും മറിയയുടെയും അടുക്കൽ വന്നപ്പോൾ അവർ യേശുവിനോട് അമർഷവും ഈർഷയും ഒട്ടും പ്രകടിപ്പിക്കുന്നില്ല. ഏറെ ബഹുമാനത്തോടെ, സ്നേഹത്തോടെ യേശുവിനെ അവർ സ്വീകരിച്ചു. അവർ യേശുവിനെ പഴയതുപോലെ തന്നെ സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നതിൽ താല്പര്യപ്പെടുകയും ചെയ്തു. കൂടപ്പിറപ്പുകളെ, നമ്മുടെ പ്രതീക്ഷ കൈവിടുമ്പോഴോ പ്രതീക്ഷയ്ക്ക് വിപരീതമായി കാര്യങ്ങൾ സംഭവിക്കുമ്പോഴോ അതിന് കാരണമാക്കുന്നവരോടോ നമ്മെ അതിനു നടുവിൽ സഹായിക്കുമെന്ന് കരുതുന്നവരോടോ നാം ഈ ഈർഷ പ്രകടമാക്കരുത്, അമർഷം പ്രകടമാക്കരുത്. നാം കർത്താവിൽ വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെയ്യുന്നവരാണെങ്കിൽ നിശ്ചയമായും ദൈവം അറിയാതെ, ദൈവം സമ്മതിക്കാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുകയില്ല. തിന്മയ്ക്കായിട്ടാണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് ആദ്യം തോന്നാമെങ്കിലും അത് നന്മയ്ക്കായിട്ടുള്ള ദൈവത്തിൻ്റെ വഴിയും പ്രവൃത്തിയും ആണെന്ന്, ദൈവനാമ മഹത്വത്തിനായിട്ടുള്ള കാര്യമായിരുന്നെന്ന് കരുതുകയും വിശ്വസിക്കുകയുമാണ് നാം ചെയ്യേണ്ടത്. പക്ഷെ പലപ്പോഴും നമുക്ക് അതിന് കഴിയാത്ത സാഹചര്യങ്ങൾ ഈ ഭൂമിയുടെ പരപ്പിൽ ഉണ്ടായിട്ടില്ലേ? ഉണ്ടെങ്കിൽ ഇന്ന് പകലിൽ നിശ്ചയമായും കർത്താവിനോട് ഏറ്റുപറയും. നിശ്ചയമായും കർത്താവ് നമ്മെ സന്ദർശിക്കും. നമ്മുടെ വിലാപങ്ങളെ നമുക്ക് നൃത്തമാക്കി തീർക്കും. നമ്മുടെ രട്ടടിച്ച് നമ്മളെ സന്തോഷം ഉടുപ്പിക്കും. നന്മ വെളിപ്പെടുത്തുകയും ചെയ്യും. ഇങ്ങനെ ചെയ്യുന്ന, ഇങ്ങനെ അനുഗ്രഹിക്കുന്ന, ഇങ്ങനെ കൂടെയിരിക്കുന്ന, ഇങ്ങനെ സഹായിക്കുന്ന പരിശുദ്ധനായ കർത്താവിനെ, ആ ദൈവിക ഇടപെടലിനായി നാം പ്രതീക്ഷയോടെ കാത്തിരിക്കുക. പ്രതീക്ഷ കൈവിടാതെ തന്നെ കാത്തിരുന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ താല്പര്യപ്പെടുക. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ കണ്ണുകളെ അടയ്ക്കും. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ കർത്താവേ, ഞങ്ങളുടെ പാദപിടുത്തങ്ങളിലേക്ക് ഇന്ന് രാവിലെ ഞങ്ങൾ അടുത്തു വരുന്നു. ഞങ്ങളുടെ സഹായം ഞങ്ങൾ ചോദിക്കുന്നു. ഒരിക്കലും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് നടക്കാതിരിക്കുമ്പോൾ, പ്രതീക്ഷിച്ചതുപോലെ കാര്യങ്ങൾ നടക്കുന്നില്ല എന്ന് കാണുമ്പോൾ ഞങ്ങൾ അമർഷവും ഈർഷയും പ്രകടിപ്പിക്കുന്നവരാകാതെ കർത്താവിൻ്റെ വരവിന് വേണ്ടി, കർത്താവിൻ്റെ സന്ദർശനത്തിന് വേണ്ടി ക്ഷമയോടെ, സഹിഷ്ണുതയോടെ കാത്തിരുന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നവരായി തീരേണ്ടതിന് വേണ്ടി ഞങ്ങളുടെ മേലേറിയ കൃപ ഇന്ന് പകലിൽ നിറയ്ക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ സഹായം ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന കർത്താവെ, തുടർന്നും ആ സഹായം അങ്ങയിൽ നിന്ന് പ്രാപിച്ച് അനുഭവിച്ച് സന്തോഷത്തോടെ കർത്താവിൻ്റെ വേല ചെയ്യാൻ, കർത്താവിനെ മഹത്വപ്പെടുത്താൻ, കർത്താവിനെ ആരാധിക്കാൻ ഞങ്ങളേവരെയും സഹായിക്കാൻ പോകുന്നതിനായി സ്തോത്രം. ഞങ്ങളെ വർദ്ധിപ്പിക്കാൻ പോകുന്നതിനായി സ്തോത്രം. ഞങ്ങളെ എഴുന്നേൽപ്പിക്കാൻ പോകുന്നതിനായി സ്തോത്രം. മഹത്വം അങ്ങയ്ക്ക്. സകലതും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന യേശു കർത്താവിന് ധന്യമായ നാമത്തിൽ താഴ്മയോട് അപേക്ഷിക്കുന്നു. ദയതോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. പ്രിയരെ, വചനങ്ങളാൽ പരിശുദ്ധനായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ വരവ് അടുത്തിരിക്കുന്നതിനാൽ അവൻ്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങി കാത്തിരിക്കാം. മാറാനാഥ. ആനന്ദ
യാചിക്കാം